കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഴര ശനി എങ്ങനെയാണ്? ഏഴര ശനി നമ്മളുടെ ജാതകത്തിൽ എപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും അതിൻ്റെ 2ാം രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ശനി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കേട്ടാൽ ഗ്രഹിച്ചാൽ മനസ്സിലാവാത്തതാണ് ഈ രാശിയും 12, 7 ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാശിയിലും 2.5 വർഷം വീതം 3 രാശിയിലും കൂടി 7.5 വർഷമാണ് നമുക്ക് ഈ ശനി വരുന്നത്. അങ്ങനെ വരുന്നതിനാണ് ഏഴര ശനി എന്ന് പറയുക. അതായത് ശനി സഞ്ചരിക്കുന്ന കാലത്തിൽ ഏഴര ശനി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാശിയിലും 2.5 വർഷം വീതം 3 രാശിയിലും കൂടി 7.5 വർഷമാണ്. നമ്മൾ മൊത്തം 2.5 അങ്ങനെ 7.5 വർഷമാണ്. അതിനെയാണ് ഏഴര ശനി, ഏഴമ്മ ശനി എന്ന് പറയും. അതിനാണ് ഏഴമ്മ ശനി, ഏഴര ശനി എന്ന് ഏഴമ്മ ശനി എന്നാണ് അതിന് പറയുക. ആ സമയം ഒരാൾക്ക് പരമാവധി കഷ്ടതയും നൽകും. ഏഴര ശനി പരമാവധി കഷ്ടത. 7.5 വർഷം ഏഴര ശനി വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടത പറയണ്ടല്ലോ, ആണല്ലോ, നമുക്ക് അങ്ങനെയാണല്ലോ. കണ്ടകശനി 2.5 വർഷമേ ഉള്ളെങ്കിൽ ഏഴര ശനി ഏഴമ്മ 7.5 കൊല്ലമാണ് ശനി. 7.5 വർഷത്തിനുള്ളിൽ ശനി 12 നിൽക്കുന്ന ആദ്യത്തെ 2.5 വർഷം ജാതകന് മനസ്സിൽ അസ്വസ്ഥം, സ്ഥാനചലനം, ജോലിയുള്ളവന് ജോലി പോവുക, രോഗം, അധിക ചെലവ്, ചികിത്സ. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ചികിത്സിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ തരും. അധിക ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശനി സഞ്ചരിച്ചാൽ ശരീരം ക്ഷീണിക്കും. ഭാര്യയ്ക്ക് രോഗദുരിതങ്ങൾ വരാം. പെട്ടെന്ന് ഭാര്യയ്ക്ക് അസുഖം വന്നു, ചികിത്സിക്കേണ്ടി വന്നു. ഒരു കാര്യവും ശരിയായിട്ട് പോകില്ല അവരുടെ ജീവിതത്തിൽ. അതാണ് ഈ ഒരു കാര്യങ്ങൾ. ഏതാനും നാശം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്തിനു തൊട്ടാലും അതിലൊക്കെ നമുക്ക് നഷ്ടവും നാശമായിരിക്കും സംഭവിക്കുക. ജന്മശനിയുടെ 2ല് ശനി നിന്നാൽ ഒരു കാരണമല്ലാതെ എല്ലാവരുമായിട്ട് കലഹിക്കും, എല്ലാവരുമായിട്ട് വഴക്ക്, വീട്ടിൽ വഴക്ക്, പുറത്ത് വഴക്ക്, കൂട്ടുകാരായിട്ട് വഴക്ക്, എല്ലാവരും ശത്രുഭാവത്തിലേക്ക് മാറും. പ്രവൃത്തികളിലൊക്കെ ധനനാശം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ശനിയുടെ ആ ദോഷങ്ങളുള്ളവായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരാളുടെ ജാതകം പരിഗണിക്കുമ്പോൾ നല്ലൊരു ജ്യോത്സ്യർ വന്ന് അല്ലെങ്കിൽ നല്ലൊരാളെ കൊണ്ട്, ആചാര്യനെ കൊണ്ട് നമ്മൾ ജാതകം പരിഗണിക്കുമ്പോൾ ഈ 7.5 ആണ്ട് ശനിയുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. അതൊന്നും ആരും ജാതകം എഴുതുമ്പോൾ ഒന്നും ആരും പറയില്ല. ജാതകമൊക്കെ എഴുതി വെച്ചു, കൊള്ളാം, നല്ല ജാതകം എന്ന് പറയും. നല്ലൊരു കത്തിക്കയറി വരുന്ന സമയത്തായിരിക്കും ആ ജാതകന് എന്താണ്? ഏഴര ശനി തുടങ്ങി. ഒന്നുകിൽ ഏഴര ശനി തുടങ്ങുന്ന സമയം മുൻകൂട്ടി പറഞ്ഞ് നമ്മൾ ഗ്രഹിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പരിഹാരങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ജാതകം എഴുതുന്ന സമയത്ത് ഗണിക്കുമ്പോൾ 7.5 ആണ്ട് ഈ ഏഴമ്മ ശനി ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിച്ച് അതിന്റെ ഫലം പറഞ്ഞു കൊടുക്കുക. ജാതകത്തിലെ ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഭാഗ്യകാലമാണെങ്കിൽ കൂടി 7.5 ആണ്ട് ശനിയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഭാഗ്യം അനുഭവിക്കാൻ പറ്റാതെ പോകും. അപ്പൊ അതുകൂടി സംബന്ധമായിട്ട് നമ്മൾ ഭാഗ്യാനുഭവത്തിൽ 7.5 ശനി ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് അയാൾക്ക് ദുരിതാനുഭവങ്ങൾ ഈ ജാതകൻ ഉണ്ടെങ്കിൽ അതിനുള്ള വഴികളും കൂടി പറഞ്ഞു കൊടുക്കുക. വെറുതെ ജാതകം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ മനുഷ്യന് നന്മകൾ വരണമെങ്കിൽ, ഈ ദോഷങ്ങളൊന്നും അനുഭവിക്കാതിരിക്കണമെങ്കിൽ, അത് പ്രവൃത്തി മണ്ഡലത്തിലും കർമ്മപദത്തിലും വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ കാര്യങ്ങളും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുക. പണ്ട് സംസ്കൃതത്തിൽ എഴുതിയ ജാതകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ ജാതകം എഴുതി കഴിയുമ്പോഴും അത് ഇങ്ങനെ ശനി 4, 10, 5. സാധാരണ ഒരു വ്യക്തിക്ക് ജാതകം ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ഈ ശനി 4 എവിടെയാ, 5 എവിടെയാ, 10 എവിടെയാ, കണക്ക് 1, 2, 3, 100 വരെ എണ്ണ. അപ്പൊ നമ്മൾ എന്താണ്? ദശാകാലം അനുസരിച്ച് ഭാഗ്യകാലത്തോടൊപ്പം 7.5 ആണ്ട് ശനി ഉണ്ടെങ്കിൽ നമ്മൾ ജാതകം എഴുതുമ്പോൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ ആ ജാതകത്തിൽ 7.5 ആണ്ട് ശനി തുടങ്ങുകയാണ്. അതിന്റെ ഗുണങ്ങൾ ഇത്രയൊക്കെയുള്ളൂ, ദോഷങ്ങളാണ്, എന്തൊക്കെയാണ് ദോഷങ്ങൾ വരിക എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ജാതകത്തിൽ ഒരാൾക്ക് സാധാരണ 3 തവണ ഏഴര ശനിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരു ജാതകക്കാരന് ആയുസിനിടയിൽ 3 തവണ ഏഴര ശനിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ആദ്യത്തെ ഏഴര ശനി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതകൾ ഉണ്ടാക്കുന്നതാണ്. അതെപ്പോഴാണെന്ന് അതാണ് കണ്ടുപിടിക്കേണ്ടത്. 2ാമത്തെ ശനി എന്ന് പറഞ്ഞാൽ വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല, അതിങ്ങനെ ഒരു നോർമൽ അവസ്ഥയിൽ അങ്ങ് പോവും. അതിന് നമ്മൾ വഴിപാടുകളും പ്രാർത്ഥനകളും ഈ പറയുന്ന ശനിയുടെ ദോഷങ്ങൾ മാറുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ഗുണമായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശനി നമുക്ക് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ തരും. 3ാമത്തെ ശനികാലത്ത് ജാതകന് ജീവഹാനി ഉണ്ടാവാം. അതാണ് ചിലവര് ആയുസ് തീരുന്ന സമയത്ത്, ദോഷം വരുന്ന സമയത്ത് ചിലപ്പോൾ ഏഴര ശനിയിലായിരിക്കും. അപ്പൊ 3ാമത്തെ ജാതകന് തന്നെ പ്രായം വാർദ്ധക്യകാലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടം മൂലമോ ആക്സിഡന്റ് മൂലമോ അങ്ങനെ പല കാരണത്തിലും അത് ജീവഹാനിയും ഉണ്ടാകുന്ന കാലമാണ്. എന്ത് ദുരനുഭവം ഉണ്ടാകുമെന്ന് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവഹാനി സംഭവിക്കും. ഈ കാലത്ത് മരണം സംഭവിക്കുക സാധാരണമാണ്. അപ്പൊ 3ാമത്തെ ശനി ഏഴര ശനി കാലം എപ്പോഴാണോ അപ്പോൾ നമുക്ക് തീർച്ചപ്പെടുത്തിക്കൊള്ളേ വേണ്ടു നമ്മുടെ മരണം സംഭവിക്കുമെന്ന് തീർച്ചപ്പെടുത്തിക്കൊള്ളുക. 3ാം ഏഴര ശനി അതിജീവിച്ച് കഴിയുന്ന ജാതകന്മാർ പിന്നെ
അത്യപൂർവമായിട്ടേ കാണാറുള്ളൂ. അവർ ചിലപ്പോൾ 120 150 വയസ്സ് വരെയൊക്കെ ഇരുന്നിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് അത് അത്യപൂർവമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഏഴരശനിയുടെ കാലങ്ങൾ. ഏഴരശനിയിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നമ്മുടെ ജാതകത്തിൽ എപ്പോഴൊക്കെയാണ് ഈ ശനി കടന്നു പോകുന്നതെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ആ ശനിയെ നല്ല മനസ്സോടെ പൂജകളും പ്രാർത്ഥനകളോടൊക്കെ സ്വീകരിച്ച് അതുപോലെ തന്നെ അവരെ വേണ്ട പോലെ നമ്മൾ ഉപാസിച്ചു കൊണ്ടു കിടന്നാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അത് പേടിക്കാനൊന്നുമില്ല. നല്ല രീതിയിൽ അതിനെ ഉപാസിക്കാം.